നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒരു കൂട്ടർ കഠിന ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, മറ്റ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അതുപോലെ തന്നെ മറ്റ് പലരും ഈ രംഗത്ത് വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അവർ ഊർജിതമാക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് തട്ടിലാണ് മലയാളികൾ. അതായത് ഇത്രയും ക്രൂര കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയെ എന്തിനു പുറത്തിറക്കണമെന്ന് ചോദിക്കുന്നവർ ഒരു വശത്തും, നിമിഷപ്രിയയെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു ചിലർ മറുവശത്തും. അതായത് നിമിഷപ്രിയ മരണം അർഹിക്കുന്നു, അല്ലെങ്കിൽ തൂക്കുകയർ അർഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ രക്ഷിക്കാനുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഈ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്ന് ശ്രമം നടക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത്. കാരണം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചതോടെ മധ്യസ്ഥ ചർച്ചകളൊക്കെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ശിക്ഷ നടപ്പാക്കാൻ തീയതി തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരമാണെന്നും ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി കിട്ടൂ എന്നുമാണ് സഹോദരന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം ചർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്ന് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. ദയാധനത്തിനാണ് മിക്ക ഇന്ത്യൻ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയത്. വാസ്തവത്തിൽ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് കിട്ടുകയാണ് പ്രധാനം. യമനിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേരത്തെ തന്നെ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം അടക്കമുള്ളവർ ഈ കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ച് തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ നിമിഷപ്രിയക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം വന്ന നിർണായകമായ ഒരു വിവരം, നവാസ് ജാനെ എന്ന വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത അതേറെ ശ്രദ്ധേയമായിരുന്നു. നവാസ് ജാനെ എന്ന ആളുടെ കമന്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വന്നത്. യമനിൽ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം മതി നിമിഷപ്രിയയുടെ മോചനം എന്ന രീതിയിലാണ് ആ കമന്റ്. എല്ലാവരും നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നവാസ് ജാനയുടെ ഈ പോസ്റ്റ് പ്രചരിക്കുന്നു. അത് നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. അറബിയിലാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ നിമിഷപ്രിയക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ കമന്റ്. മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല, ഇതിന് പിന്നിൽ മറ്റു നീക്കങ്ങളുണ്ട് എന്ന രീതിയിലാണ് പ്രചാരണം എന്നതടക്കമുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ അവിടെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ഈ കമന്റുകൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വന്നത്. നവാസ് ജാനെ സമൂഹ മാധ്യമത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു FB അക്കൗണ്ടാണ്. എന്നാൽ നവാസ് ജാനെ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോയാൽ കാന്തപുരത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റു ചില പോസ്റ്റുകളൊക്കെ ഏറെ നിർണായകമാണ്. അതിലൊരു പോസ്റ്റ് ഇപ്രകാരമാണ് നവാസ് ജാനെ പങ്കുവച്ചിരിക്കുന്നത്. തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല, നീതി കിട്ടാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുമെന്ന് പങ്കുവച്ച ആ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് നവാസ് ജാനെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഇതൊരു വെല്ലുവിളിയാണ്. കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്റെ പോസ്റ്റ് വിധിച്ച സമയത്ത് നടന്നില്ലെങ്കിൽ നടത്തുമെന്നാണ്. ഭാഗ്യത്തിന് എന്ന് നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ പ്രഷർ ടാക്ടിക് ആവാം, അല്ലെങ്കിൽ ഗോത്രമിറങ്ങുമെന്നായിരിക്കാം ഉദ്ദേശം, അല്ലെങ്കിൽ അവന്റെ വേദന പറഞ്ഞു തീർക്കുന്നു. യമനികളായതുകൊണ്ട് രണ്ടാമത് പറഞ്ഞതാവാനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഗോത്രത്തിന്റെ അഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെടുക. ഒരാഴ്ചയ്ക്കുള്ളിൽ വല്ല ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കിയാൽ അറിയാം. വല്ല ഹൽറമിയാണെങ്കിൽ പണത്തിൽ വീഴും, ഗോത്രക്കാരൻ വീഴില്ല. പേരിൽ നിന്ന് ഹൽറമി അല്ല എന്ന് മനസ്സിലാവും എന്നതടക്കമുള്ള ഒരു പോസ്റ്റാണ് നവാസ് ജാനെ പങ്കുവച്ചിരിക്കുന്നത്. പേടിക്കേണ്ട, നമ്മളെപ്പോലെ ചണക്കയറ് കൊണ്ട് പ്രാകൃതമായി തൂക്കിക്കൊല്ലുകയല്ല. കുരുക്ക് മുറുകുമ്പോൾ നാവ് കടിച്ച് നെഞ്ചിൽ മാന്തി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകില്ല. വിധിയിൽ ആധുനിക തോക്കുകൊണ്ട്, ആധുനിക വെടിയുണ്ട കൊണ്ട് ഷൂട്ട് ചെയ്യാനാണ് ഉത്തരവ്. നേരെ നിന്നുള്ള ഷൂട്ടിംഗ് ആണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാക്കിയ ലെഡും സിങ്കും ഒക്കെ ഉപയോഗിച്ച അലോയാണ് ബുള്ളറ്റ്. ആധുനിക മിസൈൽ പോലത്തെ പ്രൊജക്ടൈൽ ആണിത്. ഫുൾ ശാസ്ത്രമാണ് ഓരോരോ ലിബറൽ മിസൈലുകൾ. ഇത്തരത്തിലൊക്കെയാണ് നവാസ് ജാനയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. മാത്രമല്ല, ഈ അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും നവാസ് ജാനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പുണ്ട്. കാന്തഫക്തർ
ഉസ്തുവിനെ ഞാനൊരു മഹാപ്രതിഭാസമായി കാണാത്തത് കൊണ്ട് വൻ തെറിവിളിയാണ്. കേട്ടാൽ അറയ്ക്കുന്ന 2 കമന്റുകൾ ഞാൻ നീക്കി. ആൾദൈവ ആരാധനയ്ക്കാണെങ്കിൽ എനിക്ക് ഹിന്ദുവായി അമ്മയെയും രവിശങ്കറിനെയും ദൈവമാക്കി സംഖ്യയായി നടന്നാൽ പോരെ. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിംഗ് കിട്ടും. ചിലപ്പോൾ മത്സരിക്കാൻ സീറ്റും കിട്ടിയേക്കും. എന്ത് വെട്ടിപ്പ് നടത്തിയാലും കള്ളം പറഞ്ഞാലും കുറ്റകൃത്യം ചെയ്താലും സകല ഏജൻസികളും പോലീസും പിണറായി സർക്കാരും എന്നെ രക്ഷിക്കാൻ വരും. മാപ്പിളാവുകൾ വരെ എന്നെ കാണുമ്പോൾ ബഹുമാനത്തോടെ വഴിമാറി നടക്കും. നോളജ് സിറ്റിയുടെ പടിക്ക് പുറത്ത് ഞാൻ എത്തിയാൽ രാജകീയമായി എന്നെ ആനയിച്ചു കൊണ്ടുപോകും, സമ്മാനങ്ങൾ തരും. മർക്കസിലെയും നോളജ് സിറ്റിയിലെയും പ്രധാന പരിപാടികൾക്ക് പിള്ളയോടൊപ്പം എന്നെയും ഇരുത്തും. നിങ്ങൾ എനിക്കും പിള്ളയ്ക്കും തക്ബീർ വിളിച്ച് നിലത്തും. പകരം നിങ്ങളെപ്പോലെ വെറുമൊരു ഭക്തനായാൽ കാന്തപുരത്തിന്റെ ആസ്ഥാനത്ത് എനിക്ക് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. അവിടുത്തെ ബഹുരാഷ്ട്ര ബ്രാൻഡുകളുടെ കടകൾക്ക് മുന്നിൽ നിങ്ങളെപ്പോലെ ഭയന്ന് നിൽക്കേണ്ടി വരും. നിങ്ങളെപ്പോലെ ഭക്തരായിരുന്ന ആ റിയാസ് മൗലവിയുടെയും കെ ബഷീറിന്റെയും കൊലപാതകങ്ങൾ എന്തായി? ഒരു ഭക്തന് ഉസ്തു സംഖ്യകളുടെ കാട്ടത്തിന്റെ വില പോലും കൊടുക്കുന്നില്ല. എന്തായാലും പരലോകം കുളന്തോണ്ടും, എന്നാൽ പിന്നെ നന്നായി കുളന്തോണ്ടിക്കൂടെ? ഒന്നും വേണ്ട. ആ മറ്റേ പെണ്ണ് ചെയ്യുന്നത് പോലെ കൃഷ്ണനെ വരഞ്ഞ് PP മോദി ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ മതി. ആൾ ദൈവം ആക്കാനാണെങ്കിൽ ഇദ്ദേഹം ഒരു നഷ്ടക്കച്ചവടമാണ് എന്ന തരത്തിൽ ഈ കാന്തപുരത്തിനെതിരെയും നവാസ് ജാനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തനിക്കെതിരെ വന്ന വാർത്തകൾക്കെതിരെയും ഈ നവാസ് ജാനെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഈ നവാസ് ജാനയുടെ ഫേസ്ബുക്ക് കമന്റ് എടുത്ത് യമനിൽ ആ വ്യക്തികൾ, നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന വ്യക്തികൾ പ്രയോഗിക്കുന്നു എന്ന വാർത്തയ്ക്കെതിരെ നവാസ് ജാനെ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്. ഒരു മറുപടി പോസ്റ്റ്. ഞാനാകെ ഒരൊറ്റ കമന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നാടൻ യമനി അറബിയിലാണ്. ആകെ 2 ലൈക്കുകൾ, അത് മലയാളികളുടെ. എവിടെ ആര് പ്രചരിപ്പിക്കുന്നു? അതാണെങ്കിൽ മറ്റൊരു യമനി വേറെ ഒരു പോസ്റ്റിലിട്ട് കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്ന് എവിടെ ഏത് കമന്റിലാണ് പറഞ്ഞത്? യമനിൽ ഇന്ത്യക്കാർ തടവിലുണ്ടോ എന്നതടക്കമുള്ള ചോദ്യമാണ് ഈ നവാസ് ജാനെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ നവാസ് ജാനെ ഇന്ത്യക്കാരെ ആദ്യം മോചിപ്പിച്ചിട്ട് മതി ഇത്തരത്തിലുള്ള നിമിഷപ്രിയയൊക്കെ മോചിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ നവാസ് ജാനെ കമന്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് വാർത്ത വന്നത്. പക്ഷേ ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്ന് എവിടെ ഏത് കമന്റിലാണ് പറഞ്ഞതെന്നും യമനിൽ ഇന്ത്യക്കാർ തടവിലുണ്ടോ എന്നുമാണ് നവാസ് ജാനെ ഇതിന് മറുപടിയായി ചോദിക്കുന്നത്. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് അതുപോലെ ഇവിടെ ഇടാം. ഇവന്മാർക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കാൻ അറിയില്ലേ? ഏതോ കാന്തഭക്തൻ ചെയ്ത പണിയാണെന്നാണ് തോന്നുന്നത് എന്നതടക്കമുള്ള ഒരു മറുപടിയാണ് നവാസ് ജാനെ ഈ ഒരു വാർത്തകൾക്കൊക്കെ മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നവാസ് ജാനയ്ക്കെതിരെ വാർത്ത വരുന്നു. അതിന് മറുപടിയുമായി നവാസ് ജാനെ രംഗത്ത് വരുന്നു. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം ചർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതായിട്ടാണ് AP അബൂബക്കർ മുസലിയാരുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് പല മാർഗങ്ങളിലൂടെ ശ്രമം തുടരുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും പറയുന്നത്. തലാലിന്റെ കുടുംബത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നും മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.